ഈ രാജു പിന്നാർ ഈ സമയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുക, നിങ്ങളെ പിന്തുണച്ചിരുന്ന ആളുകൾ തന്നെ എതിർക്കുക. ഇപ്പോൾ ബാക്കി CPM വിമർശിക്കുന്നതോ മാധ്യമങ്ങളിൽ വിമർശനം വരുന്നതോ ഒക്കെ ഒരു സ്വാഭാവികതയിൽ വിട്ടേക്കും. അതിനപ്പുറത്ത് പിന്തുണച്ച ജനവിഭാഗങ്ങളെ നിരാശപ്പെടുത്താതിരിക്കുക എന്നൊരു സമീപനത്തിലേക്ക് UDF പോകണ്ടേ? അഭിലാഷേ, ഇത് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് ഉൾപ്പെടെ പറയുന്ന വിഷയം ഞാൻ അതിനകത്ത് വളരെ ഇതായിട്ട് പറയാം. ഒരു ജമ്പിങ് ദ ഗണ്ണാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് UDFൻ്റെ മദ്യനയം ഇത്തരത്തിലാവുന്നത് ശരിയല്ല. പക്ഷേ UDF മദ്യനയം തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താ? കഴിഞ്ഞ സർക്കാർ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കിയിട്ട് ആ വിഭാഗത്തിന് ടാക്സ് അസൈൻ ചെയ്യാതിരുന്ന ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ലാക്സിറ്റി, അത് ഈ ബജറ്റിൽ ഒരു ടാക്സ് അസൈൻ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഇന്ന് ബജറ്റ് മറുപടിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ UDFൻ്റെ മദ്യനയം തീരുമാനിക്കുമ്പോൾ ഈ മദ്യവും ഇവിടെ വേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ മദ്യവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുഴുവൻ ബാറുകളും അടയ്ക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ബാറും ഇവിടെ ഉണ്ടാവില്ല. ഇത് ഇന്ന് നിലനിൽക്കുന്ന നയം, ഈ പുതിയ സർക്കാർ മറ്റൊരു നയം രൂപീകരിച്ച് അത് ഗവൺമെൻറ്റിന് അവതരിപ്പിക്കുന്നിടത്തോളം സമയം ഇന്ന് നിലനിൽക്കുന്നത് കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച നയമാണ്. ഒരു നയം സർക്കാർ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു ടാക്സ് അസൈൻ ചെയ്യാതെ ഒരു പ്രത്യേക വകുപ്പ് നിന്നിരുന്നതിൽ ടാക്സ് അസൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയിൽ നമ്മൾ തീരുമാനിച്ചോ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു? നമ്മൾ അതും ജമ്പിങ് ദ ഗണ്ണല്ലേ? ഇത് നടപ്പാക്കേണ്ടി വന്നാൽ, ഇതിൻ്റെ നിയമക്കുരുക്കുകൾ വെച്ചുകൊണ്ട് ഇത് നടപ്പാക്കേണ്ട സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ് നമുക്ക് നടപ്പാക്കേണ്ടി വരികയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ നടപ്പാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു മന്ത്രിസഭ ഉപസമിതി വെച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ ഫൈൻഡിങ് വരട്ടെ. ആ മന്ത്രിസഭാ ഉപസമിതി ഇതിൻ്റെ സാങ്കേതികമായ നിയമപരമായിട്ടുള്ള വശങ്ങൾ നിൽക്കുമല്ലോ, അത് പഠിക്കുമല്ലോ. അത് പഠിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കുമ്പോഴല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഞാനെല്ലാം ഇത് നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു തീരുമാനം അതെടുക്കുമ്പോൾ ഭരണപരമായ തീരുമാനത്തിന് പല കാര്യങ്ങൾ പരിഗണിച്ച് വേണം നടക്കാൻ. VPP മുസ്തഫ പറയുന്ന പോലെ നിങ്ങൾക്ക് CAG റിപ്പോർട്ട് വന്നാൽ ഇതെന്താ, അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ടിട്ട് മിണ്ടാതിരുന്നാൽ എന്താ, ഇതങ്ങ് ഒപ്പിടാതിരുന്നാൽ പോരായിരുന്നോ? അല്ല, അവർ എന്നാൽ കോടതിയിലെങ്കിലും പോകാമായിരുന്നില്ലേ? ഒപ്പിട്ട ശേഷം ഒരൊറ്റ കാര്യം കൂടി ഞാൻ കേൾപ്പിക്കാം. ഒപ്പിട്ട ശേഷം ഈ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടാൽ നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വാചകം. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ രാജു പിന്നാർ? ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് അറിയിക്കും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം കേൾക്കൂ, ആലോചിച്ചതിന് ശേഷം PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? NEPയുടെ ഭാഗമായിട്ട് വരുന്ന കരിക്കുലം ഉൾപ്പെടെയുള്ള പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാർ ആ കരിക്കുലം, ആ MOU ഒപ്പിട്ടപ്പോൾ ഈ കരിക്കുലം നടപ്പാക്കുന്നത് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ തീരുമാനത്തിന് നിയന്ത്രണത്തിലാക്കുന്നത് പോലും എഴുതി വെക്കാനുള്ള സാമാന്യബോധം ഇല്ലാതിരുന്നവരല്ലേ ഇവർ? ആ MOU എന്ന് പറയുന്നത് ഓരോ സർക്കാരുമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. ആ MOU പറയായിരുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കരിക്കുലത്തിലുള്ള ഫ്രീഡം വേണം എന്ന് എഴുതി വെച്ചെങ്കിലും ഒപ്പിട്ട് തള്ളാനായിരുന്നല്ലോ എഴുതി വെച്ചത്. അതിലെങ്കിലും എഴുതി വെക്കാതിരുന്നില്ലേ? ഈ ചതി ചെയ്യണ്ടായിരുന്നല്ലോ. കാലഹരണപ്പെട്ടു ശ്രീ രാജു പിന്നാർ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അന്ന് പറഞ്ഞ വാചകം ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, ഞങ്ങൾ അറിയിക്കും. ഇനിയിപ്പോ യു ഷുഡ് വാക്ക് ദ ടോക്ക്. എന്ത് അന്ന് പറഞ്ഞോ അത് നടപ്പാക്കണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കില്ലേ സർക്കാരിനെ കുറിച്ച്? അഭിലാഷേ, അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. SSA ഫണ്ടിനെ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ചതി പിണറായി വിജയൻ സർക്കാർ ചെയ്തു. കോടതിയിൽ പോലും ഇനി SSK ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇനി എന്താ പറയുന്നേക്കൂ, ഇനി എന്താ ഇതിനകത്തുള്ളത്? NEPയുടെ ഭാഗമായിട്ടുള്ള കരിക്കുലം ചേഞ്ച് നടത്താൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ NEP ഫണ്ട് അത് തീരുമാനം വരട്ടെ. കാര്യങ്ങൾ നമ്മൾ റിസർവ്. ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇവർ പറയുന്നുണ്ടല്ലോ മാത്രമാണ് അതിനകത്ത് കരിക്കുലം ഞങ്ങളുടെ അധികാരമായിരിക്കും. ഫണ്ടിന്റെ കാര്യം കൂടി അതിൽ വന്നുപോയി എന്ന കാര്യത്തിനുള്ള മറുപടി